പരാജയം എന്ന് പറയുന്നത് പരാജയപ്പെടുന്ന ഘട്ടങ്ങളുണ്ടായി. ചിലപ്പോൾ ഞാൻ അറിയാതെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പോകുന്നത് എന്താ പറയുക, അത് ഒരു ആ ഒരു സസ്യം അതിനെപ്പറ്റി അതിനെ വളർത്ത് അതിനെ ജീവൻ വെപ്പിച്ചെടുക്കുക, അത് നശിക്കാതെ നോക്കുക. അപ്പം ഒന്ന് രണ്ടോ ചെടികൾ ചിലപ്പോൾ നശിഞ്ഞു പോയിട്ട് അത് പരാജയം എന്നുള്ള കാര്യത്തിൽ ഞാൻ അതിൽ പരാജയപ്പെട്ടിട്ടില്ല. കിട്ടാത്ത ചെടി കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് സന്തോഷം തന്നെയാണ്. പിന്നെ അവരിവിടെ എൻ്റെ ഈ കൂട്ടത്തിൽ വന്നു കഴിയുമ്പോൾ എനിക്ക് ഇങ്ങനെ പിന്നെ അത് പ്രത്യേകിച്ചായിട്ട് ഞാൻ എൻ്റെ ഇത് തുറന്ന് പറയാണ്, കാണാറില്ല. കാര്യം അതൊരു കുറച്ച് നാളത്തേക്ക് അത് വളരെ അത് നശിഞ്ഞു പോകുന്നതിൻ്റെ കയ്യിൽ. പക്ഷേ എല്ലാം നമുക്ക് വേണ്ടപ്പെട്ടത് തന്നെ. ഇനി വേറൊരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒത്തിരി കാലാവസ്ഥാ വ്യതിയാനങ്ങളിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കൂടുതൽ സംഭവിക്കുന്നുണ്ട്. നമ്മളറിയാതെ തന്നെ പല സസ്യങ്ങളും, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറയുകയുണ്ടായി, പലതും പുതിയത് നമുക്ക് കുറച്ച് വരുന്നുണ്ട്. അത് ഉപയോഗപ്രദമാണോ നമുക്ക് ദോഷം ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഇനി അത് അനുഭവത്തിൽ അറിയണം. പലതും നശിഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മൊയൽ ചെവിയൻ, തൊട്ടാവാടി, തുമ്പ, ഇങ്ങനെയുള്ള പല സസ്യങ്ങളും നമ്മളറിയാതെ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ട് കുറച്ച്, പക്ഷേ എണ്ണം കുറയാൻ തുടങ്ങി. പലയിടത്തും നാമാവശേഷമായി. ഓൾ ഇന്ത്യ ഞാൻ യാത്ര ചെയ്യാറുണ്ട്. ഇനി കേരളത്തിന് പുറത്ത് പോകാൻ പോവാണ്. എനിക്കൊരു ശ്രീലങ്കയിൽ നിന്ന് ഞാൻ പ്ലാന്റ് കളക്ട് ചെയ്തു. സിംസിബ എന്ന് പറഞ്ഞ ശ്രീലങ്കയിൽ നിന്ന് കളക്ട് ചെയ്തു. പിന്നെ കെപ്പൽ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഉണ്ട്. അത് പുറം രാജ്യങ്ങളിൽ, അറബ് രാജ്യങ്ങളിൽ രാജാക്കന്മാർ മാത്രം ഉപയോഗിച്ചിരുന്ന സസ്യമാണ്, മരമാണത്. കേപ്പൽ എന്നും പറയാറുണ്ട്. കെപ്പൽ അതിങ്ങനത്തെ അതിൻ്റെ ഫ്ലവറോ കായോ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്ന വേർപ്പിന് പോലും സെൻറ്റിൻ്റെ വാസനയാണ്. മനസ്സിലായോ? ഇതൊക്കെ സത്യമാണത്, കേട്ടതല്ലേ. അപ്പോൾ അത് കളക്ട് ചെയ്യുന്ന ഫോറിന് സുഹൃത്ത് വഴി ഞാൻ കളക്ട് ചെയ്തു. അത് പണ്ട് നടാൻ പാടില്ലത്, ഒരു എന്താ പറയുക, കൊന്നുകളയും രാജാവ് ഷെയ്ഖ് അറിഞ്ഞു കഴിഞ്ഞാൽ. അത് രാജകീയമായിട്ടുള്ള മരം അവർക്ക് സ്വകാര്യ സ്വത്താണ്. ഇന്നിപ്പോൾ എല്ലാ ഇടങ്ങളിലായി. അപ്പം അങ്ങനെയുള്ള കുറേ മരങ്ങളുണ്ട്. ഇപ്പോൾ പുറത്തുനിന്നുള്ള കുറേ കളക്ഷനുണ്ട് പക്ഷേ നമ്മുടെ എന്താ പറയുക, ഇങ്ങനെ ഇപ്പോൾ മാവ് കുറേ കളക്ഷനുണ്ട് എനിക്ക്. മാവ് നമ്മളുടെ മാങ്ങയൊക്കെ എന്ന് പറഞ്ഞാൽ ഫൈബറുണ്ട്, അതിന് ഞാരുള്ളതാണ്. പുറത്തെ മാവിന് ഫൈബറില്ല, കഴിക്കാൻ സുഖമാണ്, പക്ഷേ നമുക്ക് ശരീരത്തിന് അത്ര ഗുണപ്രദമല്ല. ഫൈബർ ഉണ്ടെങ്കിൽ നമുക്ക് ആഹാരം എന്താണെങ്കിലും ഉപയോഗമുള്ളൂ. അങ്ങനെ കുറച്ച് നല്ല നല്ല പുറത്തെ കുറേ കളക്ഷനുണ്ട്. നമ്മളുടെ തനി നാടൻ അതിനെ വിട്ടിട്ടില്ല. അതിനൊക്കെ ഞാൻ ഇങ്ങനെ എന്താ പറയുക, കെട്ടിപ്പിടിച്ച് ഇങ്ങനെ സംരക്ഷിച്ച് വരികയാണ്. ഓരോ ചെടിയുടെ യാത്രയിൽ നമുക്ക് എന്താ പറയുക, ആ ചെടി കളക്ട് ചെയ്യുക ഒരുപാട് അനുഭവങ്ങളുണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ട് പല തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാവും. അപ്പോൾ ആ അനുഭവത്തിൽ കൂടി എൻ്റെ ലക്ഷ്യം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ലക്ഷ്യം എപ്പോഴും എനിക്ക് പ്രകൃതിയെ എന്നാൽ കഴിയുന്ന വിധം സംരക്ഷിക്കുക. അത് ചെടികളോ അല്ലെങ്കിൽ മരങ്ങളോ നട്ട് പരിപാലിച്ച്. അപ്പോൾ ഇത് എന്താ പറയുക, എൻ്റെ മുൻപിൽ അത് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഈ ചെടികളെന്ന് പറഞ്ഞാൽ ശരിക്കും ജീവനുള്ളതാണ്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാമല്ലോ ജീവനുണ്ടായിരുന്നു. നമ്മളുടെ മാതിരിയെല്ലാം ചിന്തിക്കാനും അറിയാനും ഇതൊക്കെ ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം ഈ ഒരു ചെടി നമ്മളെ ശരിക്കും പണ്ട് കാലങ്ങളിലൊക്കെ ഈ മരം വെട്ടുമ്പോഴും കമ്പ് മുറിക്കുമ്പോഴും അനുവാദം ചോദിക്കും. ഞാൻ ചോദിക്കാറുണ്ട്. ആ ശ്ലോകം ഞാൻ ഒത്തിരി നടന്നിട്ട് ഞാൻ അത് വാങ്ങിച്ച്, അതിലൊരു തെറ്റുമില്ല. നമ്മൾ ഒരു അനുവാദം, അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ ചെറിയൊരു കാര്യം പറയാം. എൻ്റെ പോക്കറ്റിലൊരു പേനരിയുണ്ട്, ഒരു പേന. മനസ്സിലായോ? അത് എഴുതാനോ ഒപ്പിടാനോ എന്താവശ്യത്തിന് ചോദിച്ചാൽ കൊടുക്കും ഞാൻ. ചോദിക്കാതെ ഒരു ആളെടുത്താൽ നമ്മളിലുണ്ടാകുന്നൊരു വികാരം, അയാൾക്ക് ചോദിക്കാൻ പറ്റും. സിമ്പിൾ, ആ പേന ഒന്ന് തരുമോ അല്ലെങ്കിൽ തന്നോട്ടെ. അപ്പോൾ ചോദിക്കുന്ന അതല്ല, ഇത് പേന എടുക്കുന്ന പോലെയല്ല. നമ്മളതിൻ്റെ ഒരു ഭാഗം ഒടിച്ചെടുക്കുകയോ കമ്പൊടിക്കുകയോ അല്ലെങ്കിൽ ചെയ്യണമെങ്കിൽ ആ ജീവനുള്ള ഇതോടുകൂടി അനുവാദം ചോദിക്കണം എന്ന് തന്നെ പറയുന്നത്. കാരണം പണ്ട് കാലങ്ങളിലേക്ക് മരം മുറിക്കുമ്പോൾ തച്ചന്മാർ പറയും, അത് ശ്ലോകം ചൊല്ലി അനുവാദം ചോദിക്കും. ഒരു മരം മുറിക്കുമ്പോൾ മരത്തോട് മാത്രമല്ല, അതിൽ വസിക്കുന്ന പക്ഷിമൃഗാദികളുണ്ട് പലതും. അവരോട് നേരത്തെ അനുവാദം മേടിച്ച് അവരോട് മാറാൻ പറയും ശ്ലോകം. അപ്പോൾ ചോദിക്കും മാറിയ ചരിത്രങ്ങളുണ്ട്. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഞാൻ എല്ലാ എക്സിബിഷനും മറ്റേ കാർഷിക മേളയ്ക്കും പങ്കെടുക്കുന്ന ആളാണ്. എല്ലാ ഇതിലും വൈഗ അതിന് പോലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൃശ്ശൂർ ഒരുമാതിരി ദൂരം ഞാൻ താണ്ടി പോകാറുണ്ട്. അപ്പോൾ ഈ ചെടികൾ ചട്ടിയിൽ കൊണ്ട് അവിടെ വയ്ക്കും.
അതിൻ്റെ ചെറിയ ബോർഡും ഉണ്ടാവും, ഇന്ന ചെടി ഇന്ന ഉപയോഗം, സയൻറ്റിഫിക് നെയിം, ഫാമിലി, മനസ്സിലായി. പെട്ടെന്നൊരു ഉച്ച നേരത്തെ എനിക്ക് അവിടെ എത്തിപ്പെടണം എന്നൊരു തോന്നൽ, മനസ്സിലായോ. എങ്ങനെയെങ്കിലും അവിടെ ചെല്ലണം, എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടണം, മനസ്സിലായി. അവിടെ ചെല്ലുമ്പോൾ കാണുന്നത്, അപ്പോൾ വൈഫ് എന്നോട് പറയും വൈകുന്നേരം ഒരു 4 മണി 5 മണി നട്ട് വെയിലത്തൊക്കെ പോകണമെന്ന്. ഞാൻ പറയില്ല, ഞാൻ പെട്ടെന്ന് പോയി വരാം. അവിടെ ചെല്ലുമ്പോൾ ഒരു 5-6 ചെടി നനച്ചിട്ടുണ്ടാവില്ല, വാടി നിൽക്കുകയാണ്. ഈ ടെലിപ്പതി അല്ലേ, പണ്ട് ഇപ്പോഴും ഉണ്ടല്ലോ, അത് ഇല്ലേ, ഉണ്ട്, നമുക്കറിയില്ല, നമ്മളത് അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ആ ചെടി ഞാൻ പരിപാലിക്കുന്ന, ഞാൻ ആ ഡെയിലി വെള്ളം കൊടുക്കുന്നതാണല്ലോ, അതിന് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചില ചെടികൾക്ക് വെള്ളം കുറച്ച് മതി, ചിലതിന് കൂടുതൽ വേണം. ഈ തോട്ടം നനയ്ക്കുന്നവരാണല്ലോ കൂടുതലാവില്ല, അവർക്ക് ഈ മെഡിസിനൽ പ്ലാന്റ് വെള്ളത്തിൻ്റെ അളവൊന്നും അറിയില്ല, ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവുക. അപ്പോൾ ഈ വാടി നിൽക്കുന്ന ചെടി എന്നെ തോണ്ടി വിളിക്കാൻ പറ്റുമോ? അത് എന്നോട് സംസാരിക്കുകയാണ്, ഞാൻ അവിടെ ചെല്ലണം, അല്ലെങ്കിൽ അത് നശിഞ്ഞു പോവും. അതൊക്കെ സത്യം. ഈ ടെലിപ്പതി എന്ന് പറഞ്ഞ സംഭവം ഇല്ലേ, ഉണ്ട്. ഇന്ന് നമ്മളത് നിസ്സാര കാര്യം പറയും. ഇപ്പോൾ ടെലിഫോൺ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ 2-3 ഉണ്ട്. ഇപ്പോൾ ഞാനും വാങ്ങിച്ചു വെച്ചു. പണ്ടൊക്കെ ലാൻഡ് ഫോണാണ്, അതും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സംഭവം വന്നതോടുകൂടി, ഇപ്പോൾ പണ്ട് തുടക്കത്തിലൊക്കെ ലാൻഡ് ഫോൺ ഉള്ളപ്പോൾ നമുക്കൊരു 10, 15, 20 നമ്പറെങ്കിലും ബൈ ഹാർട്ടായിരുന്നു ഓരോ വ്യക്തിക്കും. ഇപ്പോൾ സ്വന്തം നമ്പർ അറിയാമോ? അതേ ആൾക്കാരെല്ലാം നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പർ മാത്രമേ അറിയാൻ പാടുള്ളൂ. ഞാൻ 20-30 നമ്പർ വരെ 3000, 10,000 ചെടിയുടെ നമ്പർ ഓർക്കുന്ന ആൾ അതെന്തുകൊണ്ട് ഓർക്കുന്നില്ല? കാരണം എനിക്കത് ആവശ്യമായിട്ട് തോന്നില്ല, ആവശ്യമില്ല. വെറുതെ ഒരു വിരലിങ്ങനെ കുത്തേണ്ട സമയത്ത് ഞാൻ ഈ പറഞ്ഞ ഒരുപാട് ഓർമ്മ അത് നടക്കേണ്ടല്ലോ. അത് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയിലും ഓർമ്മ, എനിക്ക് തോന്നുന്നു ശാസ്ത്രം വളരുന്തോറും വളരണ്ട എന്നുള്ളതല്ല, നമ്മളുടെ ബുദ്ധി അവസാനം ഭക്ഷണം കഴിക്കാൻ മാത്രമായി നമ്മൾ മാറുമെന്നുള്ളതാണ് മനുഷ്യൻ.